ഇതൊന്നും പറയല്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഖുതുബിയ്യത്തിലൂടെ. കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി ഭക്തി പുരസ്സരം താഴ്മയോടുകൂടെ നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കണം. ആരെ? അല്ലാഹ്, ഗഫൂറേ എന്നല്ല, വദൂദേ എന്നല്ല, യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. അടക്കം നടക്കുന്നുണ്ടാവുമല്ലോ, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ അങ്ങനെ. ഖുതുബിയ്യത്ത് നടത്തുന്ന മനുഷ്യന്മാരെ, നീ 1000 തവണ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന മനുഷ്യനെ വിളിക്കണ്ടല്ലോ. ഈ ഒരു ദിവസമെങ്കിലും രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു 10 പ്രാവശ്യം പടച്ചോനെ റബ്ബേന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടോ? അള്ളാഹു 7ാം ആകാശത്ത് നിന്ന് 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചോളി, ഞാൻ തരാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വിളിക്കാൻ നിന്നോട് സമ്മതിക്കൂല. നിന്നോട് പറയും 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കാൻ. ഇതിനാ ലൈറ്റ് ഓഫ് ആക്കുന്ന കള്ളന്മാരുടെ സ്വഭാവമല്ലത്. പച്ചക്ക് വിളിച്ചോളി നിങ്ങള്. എന്നിട്ട് മുഹിയുദ്ദീൻ മാല, ഇത് എത്ര കൊല്ലണ്ട്? മുഹിയുദ്ദീൻ മാല 400ാം വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഴക്കെത്രയാ? 1400 കൊല്ലം. നമ്മളെ ഫർള് നിസ്കാരം, നമ്മളെ സുന്നത്ത് നിസ്കാരം, നമ്മളെ ജനാസ നമസ്കാരം, നമ്മുടെ ദിക്റുകൾ, വാഹനത്തിൽ കയറിയുള്ള പ്രാർത്ഥന, ഉദുവിന് ശേഷമുള്ള പ്രാർത്ഥന എത്ര കൊല്ലം പഴക്കണ്ട്? 1400 കൊല്ലം പഴക്കണ്ട്. അത് ഇസ്ലാമാണ്. മുഹിയുദ്ദീൻ മാല 400 കൊല്ലായിട്ടുള്ളൂ. അത് ഇസ്ലാം അല്ല, ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. ഖുതുബിയ്യത്ത് തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 300 കൊല്ലായിട്ടുള്ളൂ. പുതിയതാണ്, പുത്തൻവാദിയാണ്. നാരിയ സ്വലാത്ത് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ? നാരിയ സ്വലാത്ത് മൊറോക്കക്കാരൻ ഇബ്രാഹിം മുന്നാസ് ഉണ്ടാക്കിയതാണ്. 700 കൊല്ലം പഴക്കായിട്ടുള്ളൂ. 1400 ഇല്ല. മജ്ലിസുന്നൂറും മഹദറത്തുൽ ബദരിയും നാട്ടിൽ നടക്കുന്നുണ്ടോ? അതൊക്കെ 10ഉം 20ഉം കൊല്ലായിട്ടുള്ളൂ. മഹദറത്തുൽ ബദരിയെ മജ്ലിസുന്നൂറിനെ തോൽപ്പിക്കാണ്ടാക്കിയതാണ്. അതൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതങ്ങോട്ട് വന്ന് ഇരുന്നാൽ ക്യാൻസർ മാറും, കടം മാറും, ദാരിദ്ര്യം മാറും. വെറും ദുനിയാവ് മാറ്റിലുള്ളൂ. പടച്ചോന്റെ ഒക്കെ കൂലി കിട്ടും വിചാരിച്ചിട്ടാണോ മജ്ലിസുന്നൂറിന് പോണത്? അല്ല അല്ല, അതിനൊക്കെ വേറെ പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ തുടങ്ങി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുളച്ചു പൊന്തുന്ന ഓരോ സംഭവങ്ങളും യഥാർത്ഥ സ്വലാത്ത് ചൊല്ലേണ്ട നമ്മളെ കൊണ്ട് അത് ചൊല്ലണ്ട. നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജു സ്വലാത്ത് ചൊല്ലിക്കോ. യൂട്യൂബിലാണ് തെരഞ്ഞു നോക്കിയാൽ സ്വലാത്ത് എന്ന് അടിച്ചാ വരും ഇവരുടെ കുറെ സ്വലാത്ത്. ഗർഭം ധരിച്ചവർ 10 പ്രാവശ്യം ചെല്ലുക, കുട്ടികളില്ലാത്തവർ 25 പ്രാവശ്യം ചെല്ലുക, ക്യാൻസർ ബാധിച്ചവർ 499 പ്രാവശ്യം ചെല്ലുക. അങ്ങോട്ട് തീരുമാനിക്കുക. ഈ സാധുക്കൾ ശ്വാസം വിടാതെ 489 ആയപ്പോഴേക്കും എണ്ണം വെച്ചിട്ടുണ്ടാവുക. വീണ്ടും 1 മുതൽ പിന്നെ തുടങ്ങും. ഈ മനുഷ്യന്മാരെ ഇങ്ങനിട്ട് നിങ്ങൾ ഇസ്ലാമിലെ ദിക്ർ നോക്കിയിട്ടുണ്ടോ? 100ൽ കൂടുതൽ ഒരൊറ്റ ദിക്ർ പറഞ്ഞിട്ടില്ല. 100ൽ കൂടുതൽ എണ്ണം പറഞ്ഞ ഒരൊറ്റ ദിക്റില്ല. ഇവരുടെ ദിക്ർ 6666 തവണ ദിക്ർ, 333, 999. എന്നിട്ട് എങ്ങനെ ചില കൗത്തുളുക്കണ ദിക്റാണ്. ഈ നാട്ടിലെ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ എന്താ അതിന്റെ ഉള്ളിലെന്ന് വിചാരിക്കും. ഇങ്ങനുണ്ടോ? ഇസ്ലാമിൽ പേടിപ്പിച്ച ദിക്റുണ്ടോ? കുത്തറാത്തീബ്. പടച്ചോനാണ് റബ്ബെ, ഇസ്ലാമിൽ ഒരു ദിക്ർ ചെല്ലാൻ കത്തിയെടുത്തിയല്ലേ? ധൈര്യം ഉണ്ട് ഇവിടെ. നേരെ ആ കത്തി നേരെ പിടിച്ചിട്ടേ നേരെ കുത്തിക്കയറ്റാ കുത്തറാത്തീബ് നടത്താൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സൈഡിൽ കൂടെ ഇങ്ങനെ പോണാണ്, തോലുമ കൂടെ ഇങ്ങനെ. എന്താ നേരെ കുത്താത്തത്? ഓൽക്കരെ അത് പള്ളമ കൊണ്ട വേറെ ഉണ്ട് എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞ് കുറെ ദിക്റൊക്കെ ചൊല്ലി അതൊക്കെ ചൊല്ലിപ്പിച്ച്. സുഹൃത്തുക്കളെ, കുത്തറാത്തീബ് കണ്ടിട്ട് ആരാ അവിടെ ഇസ്ലാം സ്വീകരിച്ചത്? കുത്തറാത്തീബ് കണ്ടിട്ട് ആർക്കും അവിടെ ഈമാൻ കയറിയത്? പേടിച്ചു പോകാന്നല്ലാതെ. ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് ദീന്, ഇത് ചെയ്യാത്തവർ ഇസ്ലാം എന്ന് പുറത്താണ്, പുത്തൻവാദികളാണ്, കണ്ടാമണ്ടരുത്, ചുരുക്കരുത്, സലാം പറയരുത്, എന്തൊക്കെയാ പറയുന്നത്.
ഞാൻ സ്നേഹത്തോടെ പറയാ, നിങ്ങളൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി നോക്ക്. എന്ന് മാത്രമല്ല, കുതുബിയ്യത്തടക്കമുള്ള പുസ്തകങ്ങളിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? മലയാളത്തിൽ അറബി തിരിയാത്തവർക്ക് വേണ്ടി മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. കുതുബിയ്യത്തിലെ അതിന്റെ അർത്ഥങ്ങൾ തിരിയാൻ വേണ്ടി പരിഭാഷ ഇറക്കിയവരാണല്ലോ ഈ മഹാന്മാർ. കഅബാനെ ചുറ്റുവാർ കുത്തുബാണോരെല്ലാരും, കഅബം തോവാഫന്നെ താൻ ചെയ്യുമെന്നോവർ. ഇനി നോണ എഴുതിണ്ടാക്കുകയാണ്. നോണ എവിടെ എത്തുന്ന വെച്ചാല്, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പോരിഷ എഴുതി വെച്ച മുഹിയുദ്ദീൻ മാലന്റെ വ്യാഖ്യാനത്തിൽ കഅബന്റെ അടുത്ത് എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നത്, ഞാൻ കഅബനെ തവാഫ് ചെയ്യൂല, കഅബ എന്നെ തവാഫ് ചെയ്യണം. ധിക്കാരം കാണിക്കേ, മാത്രം ഔലിയ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഇത് കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ്. അത് മാത്രമല്ല ഷെയ്ഖിനെ പറ്റിയിട്ട് എഴുതിയുണ്ടാക്കിയിട്ട് അവര് പറയാ, ൂറക്കമാതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പോർത്ത് നടന്നോവർ. അവരെഴുതിയ വാക്ക് വായിക്കട്ടോ. ശൈഖ് അവറുകൾ ഭക്ഷണവും വെള്ളവും ഉറക്കവുമില്ലാതെ 1 വർഷം ധ്യാന നിരതനായി പ്രവർത്തിച്ചു. വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഉറങ്ങൂല. 1 കൊല്ലം. മനുഷ്യനല്ലേ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വിശ്വസിക്കണം. ഇബ്ലീസ വേരെ ചാദിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കാടത്തി അയച്ചോവർ. പിന്നെ സമാധാനം എന്താ അറിയോ? ഇതിലൊരു പറയുന്നുണ്ട്, ഇത് ഓവറാണ്. അതുകൊണ്ട് ആരും ബേജാറാവണ്ട. എല്ലാ സെന്റൻസിനും അവസാനം ഓവറാന്ന് പറയുന്നുണ്ട്. അത് ഓവറാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഇബ്ലീസ് ഒരിക്കൽ വന്ന് ശൈഖ് അവറുകളെ ചതിക്കാൻ ചെന്നപ്പോ ശൈത്താൻ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ആദം നബി അലൈഹി ഇസ്ലാമിനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പിടിച്ചിട്ട് താഴ്ത്തി നിലത്തേക്ക് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തുണ്ടെങ്കിലും മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഭേദം വിളങ്ങി ഫാറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുഫി കൊടുത്തോവർ. കളവ് പറഞ്ഞ് നബിന്റെ പേരിലാണ് അടുത്ത കളവ്. പ്രചരണ രംഗത്ത് കടന്നു വരാതെ മടിച്ചു നിന്ന ശൈഖ് അവറുകൾക്ക് ബർക്കത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിൽ തുപ്പിക്കൊടുത്തു. ഇത് വല്ലാത്ത അത്ഭുതാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച ഒരു മനുഷ്യനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാൻ തുപ്പിക്കൊടുത്തു എന്ന് പറയണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ സ്റ്റൈൽ എന്ന് ആലോചിക്കും. എന്തും വിടാ, ആരും ചോദിക്കൂല, ആരും പറയില്ല. നബിന്റെ പേരില്, അള്ളാന്റെ പേരിൽ കളവുണ്ട്, അള്ളാന്റെ പേരിലും കളവ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ? ഒരിക്കലേ അള്ളാഹു ആവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ അഅ്ലമെന്ന് അല്ലാ വിളിച്ചോവർ. ഒരിക്കൽ ഔസുൽ അഅ്ലമേന്ന് അല്ല വിളിച്ചു. അല്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിലുണ്ടാവും, ഇല്ലെങ്കിൽ ഹദീസിലുണ്ടാവും. അവിടെ രണ്ടിലില്ലെങ്കിൽ ഈ നുണക്കെ എഴുതി വെച്ചിട്ട് ഈ പാവങ്ങളെ കൊണ്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ പാടിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊക്കെ പഠിച്ചതെന്താ? അള്ളാഹുവിന് സമന്മാരായി ആരുമില്ല എന്നാണ്. അള്ളാഹ്ക്ക് സമമായി തുല്യനായി ഒരാളില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, ഉറപ്പാണല്ലോ. എന്നാൽ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്, പേര് കൊണ്ട് ഉന്നതി നേടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന് 99 പേരാണുള്ളതെന്ന് പണ്ഡിതര് പറയുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 പേരുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചെന്നാ ചോദിക്കുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 പേരുണ്ട്. ആ പേരുകൾ ഇവയാകുന്നു: ഖുത്ബ്, അബ്ദുൽ ഖാദിർ, സയ്യിദ്, മുഅയ്യിദ്, കരീം, അലീം, ഷരീഫ്, ലരീഫ്, ഇമാം, ഹുമാം, സാലിക്. 99 ഉണ്ട്. ഓലെ എഴുതിണ്ടാക്കിയതുകൊണ്ട് ഞാനത് വായിക്കണില്ല. അപ്പൊ എന്തൊക്കെ അള്ളാഹുവിന്റെ മാത്രമാണോ അതൊക്കെ തിരിച്ചിപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു അൽ ഫുയൂലാത്തുർ റബ്ബാനിയ എന്ന പേരിൽ അറബിയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി കള്ളപ്രചരണം എഴുതിയ പുസ്തകത്തിൽ പറയുന്ന വാക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു അത്രേ, ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ട് എന്ന് എനിക്കറിയാം. അള്ളാഹ് എന്തൊക്കെ ഇൽമുണ്ടെന്നതിന്റെ ഹർഫുകൾ എനിക്കറിയാം. കടലിൽ എത്ര തിരമാലുണ്ട് എനിക്കറിയാം. ഇതൊക്കെ പടച്ചോനെ പറ്റി മാത്രം പറയേണ്ട കാര്യങ്ങളാ. അതൊക്കെ പറയേണ്ടതിന് പകരമായി കൊണ്ട് നേരെ തിരിച്ച്
നേരെ തിരിച്ച് അവര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ഖിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിഫായി ഷെയ്ഖ് പറയാണ്, മൊഹിയുദ്ദീൻ ഷെയ്ഖ് എന്തത്ത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് ഒന്നുമല്ല, നമ്മളെ കറാമത്ത വലുത്. റിഫായിമാല വായിച്ചു നോക്കിയാൽ സങ്കടാണോ എന്നൊക്കെ വരിക, ദേഷ്യാണോ വരാന്നറിയില്ല. അള്ളാഹുവിനെ പരിഹസിക്കുന്ന, ഔലിയാക്കന്മാരെ പരിഹസിക്കുന്ന, മലക്കുകളെ പുച്ഛിക്കുന്ന ഒരുപാട് വരികളുണ്ട്. ഏതെങ്കിലും മനുഷ്യന്മാർ അറിയാതെ ചൊല്ലിപ്പോയെങ്കിൽ ഇന്ന് പോയി പൊട്ടിക്കറിഞ്ഞ് തൗബ ചെയ്തോളി. എക്സാമ്പിളിന് വേണ്ടി പറയാം, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലം കഴിഞ്ഞ് റിഫായി ഷെയ്ഖ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് നാട്ടുകാർ എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിലുണ്ടല്ലോ, അവിടുന്ന് പറയാ, ഉന്നം ചൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പി വേണ്ടെന്ന് ചൊന്നോവർ. മക്കയിലേക്ക് തവാഫിന് വേണ്ടി വന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും ടീമിനോടും പറഞ്ഞു, ഉന്നം തുടി മുട്ടിയിട്ട് കഅബാനെ തവാഫ് ചെയ്യാൻ പറ്റൂല, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് തവാഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചു, തെറ്റി, ആകെ പ്രശ്നമായി. ഞാൻ ഇനി തവാഫ് ചെയ്യൂല എന്നാണ് തീരുമാനിച്ചു, വാശി പിടിച്ചു. അതൊക്കെ മതിൽമണ്ട് കൊളത്തിട്ടിട്ടു, ഞാൻ ഇനി തവാഫ് ചെയ്യൂല, ഇനി വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യണം, എന്നെ തവാഫ് ചെയ്യണം. അങ്ങനെ ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. കഅബാലയം ഇളകി മറിഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോ ആകാശലോകത്തുനിന്ന് അല്ലാഹ് വിളിച്ചുവെത്ര റിഫായി, അവിടെ പ്രശ്നം ഉണ്ടാക്കല്ല, ഞമ്മക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ലാഹ് കാണ് കൂണ് ചോദിക്കാം, റിഫായി കഅബ പ്രശ്നം ഉണ്ടാക്കല്ല, ഞാനൊരു പരിഹാരം ഉണ്ടാക്കി. നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ സുഹൃത്ത്? ഞാൻ സുബൈർ ഇത് വെറുതെ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ്. തെളിവ് ഞാൻ പറഞ്ഞത്, റിഫായി മാല തുറക്കൂ, ഇങ്ങനെ സംഭവം അതിലില്ല എങ്കിൽ പറയൂ. ഇത് വിശ്വസിക്കുന്നവരെ ഇസ്ലാമിൽ ഇതുണ്ടോ? പടച്ചവനെ നിന്ദിക്കുക, അല്ലാഹു അക്ബർ എന്ന് പ്രസംഗിക്കുക, എന്നിട്ട് അതിന് നേരെ വിപരീതം. നിസ്കാരം കഴിഞ്ഞ് അഫ്ളലു ദിക്ർ പറയാ, അതിന് നേർ വിപരീതം പാടി നടക്കുക. ഇതിവിടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം. ഇത് ഓരോരുത്തന്റെയും പരലോകത്തെ വിഷയ. ഷിയാക്കൾ മൗലിദുണ്ടാക്കി, ഷിയാക്കൾ ഫാത്തിമ ബീവിനെ അങ്ങോട്ട് മദ്ഹ് പറഞ്ഞ് അങ്ങനെ കേറിയിട്ട് അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല വ തആല ബിറിദാ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിന്റെ തൃപ്തി കൊണ്ട് അല്ലാഹ് ഉന്നതനായിരിക്കുന്നു. ഇവിടെ ആരാ വലുതായത്, ആരാ ചെറുതായത്? എല്ലാ മൗലൂദിന്റെ ഉള്ളടക്കം നോയിക്കോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുതിയതായി രൂപാന്തരപ്പെട്ടു വന്ന സാധനങ്ങളെല്ലാം പിഴവിലാണ്. തുബിയത്ത്, ഹദ്ദാദ്, റാത്തീബ്, മങ്കൂസ്, നാരിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്. പടച്ച റബ്ബേ, നിങ്ങൾ സ്വലാത്തിന്റെ കഥ കേൾക്കണം. കമാലിയ സ്വലാത്ത് ഉണ്ടാക്കിയത് എന്റെ ജില്ല പാലക്കാട്, അതിന്റെ അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇടക്ക വഴിക്ക് പോകാറുണ്ട്. അപ്പോ തൃശ്ശൂർ ജില്ലയിൽ കമാലിയ സ്വലാത്തുകാരൻ സ്വലാത്ത് ഉണ്ടാക്കി. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗം വേണമല്ലോ. അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കി, കമാലിയ സ്വലാത്ത് ഇങ്ങനെ പൊടിപ്പായി ഇത് ചൊല്ലിയാൽ ലോകം മാറും. ഈ സദസ്സിൽ വന്നിരുന്ന് സമ്പത്ത് പൈസ ബക്കറ്റിലിട്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. ഇവിടെ വന്നിരുന്ന് മജ്‌ലിസിലിരുന്ന് ആമീൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. ആളുകൾ ഒഴുകാൻ തുടങ്ങി, ഒഴുകി വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതല്ല, ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വായിക്കാൻ കിട്ടുന്ന അവരുടെ സ്വന്തം മാസികയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആളുകളുടെ എണ്ണം കൂടി ഒരിക്കലതാ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ വികലാംഗനായ ഒരു മനുഷ്യൻ സദസ്സിലേക്ക് കയറി വന്നു. അയാൾ മുമ്പിലെ കസേരയിൽ വന്ന് വികലാംഗനായി ആകെ എഴുന്നേറ്റ് അദ്ദേഹം നടക്കാൻ കഴിയാതെ വന്നിരുന്നു. സദസ്സെല്ലാം കഴിയാൻ സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോകുന്ന സമയത്തതാ അദ്ദേഹം എഴുന്നേറ്റ് വികലാംഗനല്ലാതെ മാന്യമായ ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി. ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു, തക്ബീർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, എല്ലാവരും മകമഴിഞ്ഞ് പൈസ സംഭാവന ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ചില ബുദ്ധിമാന്മാർ അന്വേഷിച്ചു, ആരാണ് ആ വികലാംഗൻ? ഇത്ര പെട്ടെന്ന് മാറിയോ? ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഴപ്പമുണ്ടെന്നില്ലല്ലോ, ഇവിടെ പോകുമ്പോഴത്തേന് മാറിയോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോ പിടിച്ചു. അന്വേഷിച്ചതാരാ? കൊല്ലം ജില്ലയിലെ ഒരു നാടക നടനായിരുന്നു. 2000 രൂപ കൊടുത്തുകൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നെന്ന് മാസികയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അഭിനയിക്കാൻ വരണം,
രണ്ടര ബക്കറ്റിക്ക് പൈസ ഇടണം, ഈ മുമ്പിൽ വന്നിരിക്കണം, എന്നിട്ട് പോകുമ്പോ അതൊന്നും കാണിക്കാതെ പതുക്കെ നീച്ചു പോണട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിപ്പിച്ച് തട്ടിപ്പ് നടത്ത സ്വലാത്തിന്റെ പേര് പറഞ്ഞു. സുഹൃത്തുക്കളെ, സ്വലാത്തിൽ എന്തിനാ ബക്കറ്റ്? ദിക്ർ ചൊല്ലാൻ എന്തിനാ സംഭാവനപ്പെട്ടി? ഇത് പാർസൽ അയക്കാൻ കൊറിയറൊന്നുമല്ലല്ലോ. പലയിടത്തും ഭയങ്കര പാർസലാ, സ്വലാത്ത് പാർസല്. ചില വീടുകളിലൊക്കെ മരണം സംഭവിച്ചാല് പിന്നെ പാർസലാണ്. ചിത്ര സ്വലാത്തിയല്ലേ, ഞാൻ 700 സ്വലാത്തല്ലേ, ഖദീസുമ്മ 700 സ്വലാത്ത്, മദീനത്തേക്ക് പാർസൽ. ചിത്രം ചൊല്ലി ആയിഷുമ്മ 150 സ്വലാത്ത്, ഉള്ള വക പാർസൽ. ഇവരൊക്കെ മദീനത്തേക്ക് ഇങ്ങനെ പാർസൽ അയക്കുക. നമ്മൾ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പടച്ചോനെ സ്വീകരിക്കാൻ, യഥാർത്ഥ സ്വലാത്ത് ചൊല്ലുന്നതിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ പ്രത്യേക മലായിക്കത്തുകൾ വരെ ഉണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടത്, പാലിക്കേണ്ടത് ഇസ്ലാമിലെ സ്വലാത്താണ്. അതിന് നിങ്ങൾക്ക് വാർഷികം വരൂല, അതിന്റെ പേരിൽ ഒരു പൈസ പിരിക്കൂല, അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു തട്ടിപ്പിന് ഇരയാകേണ്ടി നിങ്ങൾ വരൂല.